പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇഴജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ടുള്ളൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ളൊരു 3 ചേരുവകൾ മതി നമുക്ക് ഈ സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഒരു കുടം വെളുത്തുള്ളിയും കുറച്ച് കറുവാപ്പട്ടയുമാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി എടുക്കുമ്പോൾ ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി തന്നെ വേണമെന്നൊന്നുമില്ല. ഇതുപോലെ കുറച്ച് കേടൊക്കെ ആയിട്ടുള്ള വെളുത്തുള്ളി ആണെങ്കിൽ നമുക്ക് ഈ സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതാ കുറച്ച് കറുവാപ്പട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതാ ആദ്യം വെളുത്തുള്ളി ഒന്ന് അല്ലികളാക്കി എടുത്തതിന് ശേഷം ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഇതിപ്പോൾ മിക്സിയിലിട്ടൊന്ന് അങ്ങ് പൊടിച്ചെടുത്താലും മതി. പക്ഷേ കറുവാപ്പട്ട മിക്സിയിൽ പൊടിഞ്ഞു വരാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയും കറുവാപ്പട്ടയും ഒരുമിച്ചിട്ട് ചതച്ചാലും കറുവാപ്പട്ട പൊടിഞ്ഞു കിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം പിന്നെ കറുവാപ്പട്ട പൊടിച്ചെടുക്കാം. ഇപ്പോൾ ആ വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ വേനൽ ചൂടായത് കാരണം ഇഴജന്തുക്കളുടെയൊക്കെ ഉപദ്രവം ഒരുപാട് കൂടുതലാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലുള്ള സൊല്യൂഷനൊക്കെ തയ്യാറാക്കി ഇഴജന്തുക്കളൊക്കെ കയറി വരാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടാം. ഇനി ഇതാ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പട്ടയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ വീട്ടിൽ ഹോൾസുകളും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ മുക്കിലും മൂലയിലും നമുക്കിത് സ്പ്രേ ചെയ്തു അതല്ലെങ്കിൽ തളിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോഴാണ് ഈ സൊല്യൂഷൻ കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ ആ പട്ടയെ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത ആ ഒരു പാത്രത്തിലേക്ക് തന്നെ പട്ട പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇടിച്ചെടുത്ത ആ ഒരു ഇടികല്ലിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇടികല്ലിൽ നമ്മൾ പൊടിച്ചെടുത്തതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മുഴുവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് വെള്ളം ഒഴിച്ച് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ അരിച്ചെടുക്കുക കൂടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ വീട്ടിൽ വിറകൊക്കെ കൂട്ടിയിട്ടൊരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 2 തുള്ളി മണ്ണെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെറ്റോൾ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുകൂടെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് മണ്ണെണ്ണ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മണ്ണെണ്ണ കയ്യിലില്ലാത്തവർ ഡെറ്റോൾ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിത് അവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിൽ ഇതുപോലെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതിലാണെങ്കിലും ഈ സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്ത് നമുക്ക് തളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് നമ്മുടെ വീട്ടിൻ്റെ ജനാലകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പുറകുവശത്താണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ജനാലയുടെ ഒരു അടിവശത്തായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ വർക്ക് ഏരിയകളിലൊക്കെ ഉണ്ടാകുന്ന ഗ്രില്ല് കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഡോറിലൊക്കെ നമുക്കിത് തളിച്ച് കൊടുക്കാവുന്നതാണ്. വല്ലാത്തൊരു കുത്തുന്നൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷന്. നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയാണ് ആ സ്മെല്ലടിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതൊക്കെ തളിച്ചു കൊടുക്കുന്ന ആ ഒരു ഭാഗത്തേക്കൊന്നും ഇഴജന്തുക്കളൊന്നും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സിങ്കിലെ ഉപയോഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി കിടക്കാൻ നേരം നമുക്കിത് സിങ്കിൽ കുറച്ച് തളിച്ച് കൊടുക്കാവുന്നതാണ്. പാമ്പ്, പല്ലി, പാറ്റ, പഴുതാര അതുപോലുള്ള ഇഴജന്തുക്കളൊന്നും ഇതുവഴി കയറി വരില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബാത്റൂമിൽ ഇതുപോലുള്ള ഹോൾസ് ആണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഭാഗത്തൊക്കെ ഇത് തളിച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിലെ അലക്കിയ വെള്ളം പോകുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നമുക്കിത് തളിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് തുണിയൊക്കെ വെച്ച് അടച്ചു കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കൾ കയറാൻ സാധ്യതയുള്ള എല്ലാ മുക്കിലും മൂലയിലും നമുക്കിത് തളിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ
പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.